വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കോലസ്വരൂപത്തിൽ ഒട്ടനവധി സ്ഥലത്ത് കെട്ടിയാടുന്ന അതീവ ചാരുതയാർന്ന ഒരു തെയ്യമാണ് പുതിയ ഭഗവതി. രോഗം വരുത്തുന്നതും ഭേദമാക്കുന്നതും ദൈവങ്ങളാണെന്ന സങ്കല്പം പണ്ടുകാലത്തുണ്ടായിരുന്നു. അത്തരത്തിൽ ത്രിലോകത്ത് പകർന്നു പിടിച്ച വസൂരി രോഗം ഇല്ലാതാക്കാൻ വേണ്ടി പരമശിവൻ സൃഷ്ടിച്ച ദേവതയാണ് പുതിയ ഭഗവതി. പരമശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച ദേവതമാരാണ് ചീർമ്പമാർ. മൂത്തതും ഇളയതുമായ ചീർമ്പമാരെ മഹാദേവൻ സൃഷ്ടിച്ചത് ദേവലോകത്തും ഭൂമിയിലും സന്തോഷവും സമാധാനവും സ്ഥാപിക്കാനായിരുന്നു. എങ്കിലും ആ ദേവതമാർ മഹാദേവന് വസൂരി രോഗം പടർത്തി. മനുഷ്യലോകത്തെത്തിയ അവർ അവിടെയും എല്ലാവർക്കും വസൂരി രോഗം പടർത്തി. പരമശിവന്റെ രോഗം വർദ്ധിച്ചു വന്നു. ഭൂമിയിലും മാറാരോഗം കാരണം ജനജീവിതം താറുമാറായി. ഇതിന് ഒരു പരിഹാരം കാണാൻ മഹാദേവൻ 40 ദിവസം നീളുന്ന യാഗം നടത്തി. യാഗം കഴിഞ്ഞ് 41-ാമത്തെ ദിവസം ഹോമകുണ്ഡത്തിൽ നിന്നും ചൈതന്യവതിയായ ഒരു പുതിയ മകൾ ഉദിച്ചുയർന്നു. അതാണ് പുതിയ ഭഗവതി. അഗ്നിയിൽ നിന്നും ഉടലെടുത്ത ഭഗവതിയുടെ ദാഹമകറ്റാൻ പരമശിവൻ കോഴിയും കുരുതിയും കൊടുത്തു. ദേവലോകത്തെയും മാനവലോകത്തെയും വസൂരി രോഗം തടവി ശമിപ്പിക്കലാണ് നിന്റെ ദൗത്യമെന്ന് പരമശിവൻ പുതിയ ഭഗവതിയോട് അരുളി ചെയ്തു. വൈകാതെ പരമശിവന്റെയും ദേവതകളുടെയും വസൂരി രോഗം പുതിയ ഭഗവതി തടവി മാറ്റി. പിന്നെ മഹാദേവൻ നൽകിയ വാളും ചിലമ്പും കനകക്കൊടിയും കയ്യിലെടുത്ത് ചീർമ്പമാർ പടർത്തിയ രോഗം ശമിപ്പിക്കുവാൻ പുതിയ ഭഗവതി മാനവലോകത്തേക്ക് പോയി. മനുഷ്യരുടെ രോഗം ശമിപ്പിക്കാൻ ഭൂമിയിലെത്തിയ പുതിയ ഭഗവതിയെ സഹായിക്കാൻ 6 ആങ്ങളമാരെയും പരമശിവൻ കൂടെ അയച്ചു. ഭൂമിയിലെത്തിയ പുതിയ ഭഗവതി സർവരുടെയും വസൂരി രോഗം ശമിപ്പിക്കുകയും ചെയ്തു. മലനാടിൻ്റെ വടക്കുഭാഗത്തുള്ള വില്ലാപുരം എന്ന സ്ഥലത്ത് വില്ലാപുരം കോട്ട എന്ന കോട്ടയിലാണ് പുതിയ ഭഗവതിയും സഹോദരങ്ങളും വസിച്ചിരുന്നത്. ഒരു നാൾ ചീർമ്പമാരും പുതിയ ഭഗവതിയും കണ്ടുമുട്ടി. തങ്ങൾ വിതക്കുന്ന വസൂരി രോഗം തടവി മാറ്റരുതെന്ന് ചീർമ്പമാർ പുതിയ ഭഗവതിയോട് പറഞ്ഞു. അവർ തമ്മിൽ കൂട്ടായി. ഭണ്ഡാരപ്പൊന്നും പിടിപ്പൊന്നും അവർ പങ്കിട്ടെടുത്തു. അങ്ങനെ ഒരു നാൾ കർത്തവീരാസുരൻ എന്ന അതിശക്തനായ അസുരൻ പുതിയ ഭഗവതിയുടെ 6 സഹോദരങ്ങളെയും കൊന്നൊടുക്കി. ഇതറിഞ്ഞ പുതിയ ഭഗവതി ആ അസുരൻ്റെ ശിരസ്സറുത്ത് തീയിലിട്ട് കത്തിച്ചു ഭസ്മമാക്കി. ആ ഭസ്മം കൊണ്ട് തിളകം ചാർത്തി. തൻ്റെ സഹോദരന്മാരില്ലാതെ തനിച്ചു താൻ വില്ലാപുരം കോട്ടയിൽ താമസിക്കില്ല എന്ന് നിശ്ചയിച്ച പുതിയ ഭഗവതി വില്ലാപുരം കോട്ട കത്തിച്ചു ചാമ്പലാക്കി ഒരു പ്രതികാര ദേവതയായി മാറി. വീര നല്ലരയാലിൻ്റെ കൊമ്പു തകർത്ത് ഒരു രൗദ്രമൂർത്തിയായി തൻ്റെ വാഴ്ച തുടർന്നു. വടക്കുനിന്ന് തെക്കോട്ടായിരുന്നു പുതിയ ഭഗവതിയുടെ യാത്ര. യാത്രയിൽ കാണുന്നതെല്ലാം പുതിയ ഭഗവതി തകർത്തു. 333 വീടൊഴിപ്പിച്ചു. കോട്ടിക്കുളം എന്ന സ്ഥലത്ത് മുക്കുവന്മാരെ കൊന്നൊടുക്കി. തൻ്റെ നടന്നുവാഴ്ചയിൽ പുതിയ ഭഗവതി വീരാർ കാളിയെ കണ്ടു. പ്രതികാരമൂർത്തിയായി സർവരെയും കൊന്നൊടുക്കുന്ന അസുരയായ പുതിയ ഭഗവതിയെ സ്വീകരിക്കാൻ വീരകാളിക്ക് മനസ്സ് വന്നില്ലെങ്കിലും പുതിയ ഭഗവതിയുടെ പ്രഭാവത്തിന് മുന്നിൽ വീരകാളി കീഴടങ്ങി ഭഗവതിക്ക് സ്ഥാനം കൊടുത്തു. പടാർകുളങ്ങര എന്ന സ്ഥലത്ത് വെച്ച് പുതിയ ഭഗവതി ഒരു ബ്രാഹ്മണനെ കണ്ടു. പെരിഞ്ചല്ലൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നതായിരുന്നു അയാൾ. ക്ഷേത്രത്തിലേക്ക് ഞാനും വരുന്നു എന്ന് പുതിയ ഭഗവതി അയാളോട് പറഞ്ഞു. അയാൾ അതിന് സമ്മതിച്ചു. കുളി കഴിഞ്ഞ് പോകാമെന്ന് പുതിയ ഭഗവതി അയാളോട് പറഞ്ഞു. എന്നാൽ കുളിക്കാനിറങ്ങിയ അയാളെ പുതിയ ഭഗവതി വെട്ടിക്കൊന്ന് ചോര കുടിച്ചു. പുതിയ ഭഗവതി ക്രൂരമായി വധിച്ച ബ്രാഹ്മണൻ പിന്നെ ദൈവക്കരുവായി മാറി. പടാർകുളങ്ങര വീരൻ എന്ന പേരിൽ ആ ദൈവത്തെ തെയ്യം കെട്ടിയാടിച്ചു വരുന്നു. മാന്ത്രിക വിദ്യ ചെയ്യുന്ന മടിയൻ, മൂലഞ്ചേരി എന്നീ തറവാടുകളിൽ പുതിയ ഭഗവതി ചെന്നു. മൂലഞ്ചേരി തറവാട്ടിലെത്തിയ പുതിയ ഭഗവതി തനിക്കു വേണ്ടി ഹോമം ചെയ്യാൻ മൂലഞ്ചേരി കുറുപ്പിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഹോമത്തിൽ പിഴവ് പറ്റിയെന്ന് പറഞ്ഞ് ഭഗവതി കുറുപ്പിൻ്റെ മരുമകനെ ഹോമകുണ്ഡത്തിൽ എറിഞ്ഞു കൊന്നു.